ഇന്നലെ രാത്രി 9:30 സുരേഷ് കുമാർ ഓട്ടോയുമായി വീട്ടിലേക്ക് പോകുന്നതിനിടെ കാട്ടാന ആക്രമണത്തിന് ഇരയായ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്റർ മാറിയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നോക്കിയാൽ കാണാൻ കഴിയും 2 പിടിയാനകൾ ഈ പ്രദേശത്ത് തന്നെ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. തേയിലത്തോട്ടത്തിലൂടെ മേഞ്ഞു നടക്കുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 1:15 പിന്നിട്ടിരിക്കുകയാണ്. അതായത് നട്ടുച്ചയ്ക്ക് പോലും കാട്ടാനകൾ പുറത്തിറങ്ങി നടക്കുന്ന ഒരു സ്ഥലമാണ് കന്നിമല എന്നുള്ളതാണ്. അത്രത്തോളം വന്യജീവി ശല്യം, പ്രത്യേകിച്ച് കാട്ടാനകളുടെ ശല്യം ഈ പ്രദേശത്തുണ്ട്. ഈ സമയത്ത് ആനകൾ ഈ പ്രദേശത്തുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള സംവിധാനമോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമോ ഒന്നും ഈ പ്രദേശത്തില്ല. അപ്പം ഇത്തരത്തിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ കാട്ടാന ഉണ്ട് എന്നറിയാതെ തോട്ടം തൊഴിലാളികളോ അല്ലെങ്കിൽ മറ്റ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരോ ഇതുവഴി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 2 പിടിയാനകളാണ് അവിടെ നിൽക്കുന്നത്. സുരേഷ് കുമാറിനെ ആക്രമിച്ചത് ഒരു കൊമ്പനാനയാണ് എന്നുള്ളതാണ്. ഈ ഒരുപക്ഷെ ആ കൂട്ടത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കൊമ്പനായിരിക്കാം ആക്രമണം നടത്തിയിട്ടുണ്ടാവുക. എന്തായാലും ഇതുവരെ ആ ആനയെ കണ്ടെത്താൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഈ ആനക്കൂട്ടത്തിന് സമീപത്ത് മറ്റെവിടെയെങ്കിലും ഈ ചോലവനത്തിനുള്ളിൽ ആ കൊമ്പനാന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ദൃശ്യങ്ങൾ ഈ പ്രദേശത്ത് എത്രത്തോളം വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്, പ്രത്യേകിച്ച് കാട്ടാനകൾ എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. കാരണം നട്ടുച്ച നേരത്ത് പോലും നമുക്ക് ഈ പ്രദേശത്ത് വന്നാൽ കാട്ടാനകളെ കാണാൻ കഴിയും. അത്രത്തോളം സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. പകല് പോലും കാട്ടാനകൾ ഇറങ്ങി നടക്കുന്ന ഒരു പ്രദേശമാണ് കന്നിമല എന്നുള്ളതാണ്. വളരെ അവിചാരിതമായിട്ടുള്ളൊരു സംഭവമാണ്, അല്ലെങ്കിൽ വളരെ വേദനാജനകമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകിച്ച് ഒരു ജാഗ്രത, ഇത്തരം ആനകൾ ജനവാസ മേഖലയ്ക്ക് സമീപത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവയെ കൃത്യമായി നിരീക്ഷിക്കാനും അത് സംബന്ധിച്ച് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു സംവിധാനമാണ് ഫലപ്രദമായി ഇവിടെ പ്രവർത്തിക്കേണ്ടത്. കന്യമലയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.